ആറ്റിങ്ങലിൽ അവിടെ സൗഹൃദം LDF-ഉം UDF-ഉം തമ്മിലാണെന്നാണ് BJPയുടെ ആരോപണം. LDF-ഉം UDF-ഉം നല്ല സൗഹൃദത്തിലാണെന്ന് ആരോപിക്കുന്നത് മറ്റാരുമല്ല, സ്ഥാനാർത്ഥി E. മുരളീധരൻ തന്നെയാണ്. ഇരു വിഭാഗത്തെയും പ്രവർത്തകർ തങ്ങൾക്കൊപ്പമാണെന്നും BJP ജയിക്കുമെന്നും മുരളീധരൻ പറയുന്നു. റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങിയത്. ആറ്റിങ്ങലിൽ പോരാട്ടം ശക്തമാവുകയാണ്. അതിശക്തമായ ത്രികോണ പോരാട്ടം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉറപ്പായിരിക്കുന്നു. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി V. മുരളീധരന്റെ വാഹന പര്യടനം പുരോഗമിക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക്. എങ്ങനെയുണ്ട് ഒരു പ്രതീക്ഷ? സജീവമായിട്ടുള്ള പ്രചാരണമാണ്. ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം തന്നെയാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. എങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് മറ്റ് രണ്ട് മുന്നണികളെ അപേക്ഷിച്ച് ഒരു മേൽക്കൈ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇരട്ട വോട്ട് ആരോപണമൊക്കെ ഉയർന്നു. ഇന്നലെ കോടതിയിലും ഒരു കേസ് വന്നു. അങ്ങനെ ഇരട്ട വോട്ടുണ്ടെന്നുള്ള ഒരു ആരോപണം അങ്ങേക്കുണ്ടോ? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കേണ്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപാകെ അതിനുള്ള ആവശ്യമായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളിൽ അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ, ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം എന്താണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. BJPയുടെ വോട്ട് മറ്റ് രണ്ട് മുന്നണികൾ പരസ്പരം ആരോപിക്കുന്നത്, LDF ആരോപിക്കുന്നത് UDF-ഉം BJPയുമായിട്ട് കൂട്ടുകെട്ടുണ്ട്, മറിച്ച് UDF ആരോപിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കൂട്ടുകെട്ടുള്ള സാധ്യത ഇവിടെ ഉണ്ടോ ഈ ആറ്റിങ്ങൽ? ഞങ്ങൾക്ക് ഇവർ രണ്ടുപേരുമായിട്ട് കൂട്ടുകെട്ടില്ല. അവർ രണ്ടുപേരും തമ്മിലാണ് സൗഹൃദമുള്ളത്. പക്ഷെ അവർ രണ്ടുപേരുടെയും കൂടെയുള്ള നിരവധി ജനങ്ങൾ ഞങ്ങളോടൊപ്പം വരും. BJPക്ക് ഇത്തവണ വിജയം ഉറപ്പാണ് ഇവിടെ. തീർച്ചയായിട്ടും അതുതന്നെയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് V. മുരളീധരന്റെ ഈ പര്യടനം മുന്നോട്ട് പോകുന്നത്. വിജയം ഉറപ്പാണ്. പരസ്പരമുള്ള കൂട്ടുകെട്ട് UDF-ഉം LDF-ഉം തമ്മിലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അതിശക്തമായ മത്സരം ആറ്റിങ്ങലിൽ പുരോഗമിക്കാൻ തുടരുകയാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ പ്രചരണത്തിലേക്ക് മുന്നണികൾ മാറും. ബിപിൻ മുരളിക്കൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഓക്കെ, അപ്പോ VV അരുണാണ് മുരളീധരനുമായി സംസാരിച്ചത്. എന്നാലും നമ്മൾ ഇനി വോട്ട്